നമസ്കാരം. മലയാളികളുടെ എക്കാലത്തെയും ഹിറ്റ് ക്ലാസ് ചിത്രമായ മണിച്ചിത്രത്താഴ് കഴിഞ്ഞ 17-ാം തീയതിയാണ് വീണ്ടും 4Kയിൽ റിലീസ് ചെയ്തത്. അത്ഭുതകരമായ സ്വീകാര്യതയാണ് ലാലേട്ടന്റെ വീണ്ടും റിലീസ് ചെയ്യപ്പെട്ട മറ്റൊരു റിലീസ് ചിത്രത്തിന് ലഭിക്കുന്നത്. 4 ദിവസങ്ങൾ തിയേറ്ററിൽ പിന്നിട്ടിരിക്കുന്ന കേരള കളക്ഷൻ അപ്ഡേറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ, ട്രേഡ് അനലിസ്റ്റുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. വ്യക്തമായിട്ട് തന്നെ ലാലേട്ടൻ നായകനായിട്ട് വേഷമിട്ട മണിച്ചിത്രത്താഴ് ആദ്യം റിലീസ് ചെയ്തത് 1993-ലാണ്. തിരക്കഥ കൈകാര്യം ചെയ്തത് മധു മുട്ടവും സംവിധാനം ചെയ്തത് ഫാസിലുമായിരുന്നു. ശോഭന അവതരിപ്പിച്ച നിർണായക നായക കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു മണിച്ചിത്രത്താഴ് നീങ്ങിയത്. ഈ കഴിഞ്ഞുപോയ 17-ാം തീയതി 4Kയിൽ റിലീസ് ചെയ്യപ്പെട്ട ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് 43 ലക്ഷം രൂപയാണ് ട്രാക്ക് ചെയ്ത് നേടിയത്. ആദ്യ ദിവസം 243 ഷോകളാണ് കേരളത്തിൽ മാത്രം ചിത്രത്തിന് വേണ്ടി ട്രാക്ക് ചെയ്തത്. ചിത്രത്തിന്റെ 2-ാം ദിവസം 261 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ഓഡിയൻസായി ഏകദേശം 2-ാം ദിവസം 27,000-ൽ പരം ആൾക്കാരെയാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 2-ാം ദിവസം 49 ലക്ഷം ചിത്രത്തിന് വേണ്ടി ട്രാക്ക് ചെയ്തിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ മാത്രമായിട്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 3-ാം ദിവസമായ ആദ്യ തിങ്കളാഴ്ച 229 ഷോകളാണ് കേരളത്തിൽ മാത്രം ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസായി എത്തിയിരിക്കുന്നത് 12,000-ൽ പരം ആൾക്കാരും. ഒരു റിലീസ് ചിത്രമായിട്ട് പോലും ചിത്രത്തിന്റെ ആദ്യ തിങ്കളാഴ്ച, അതായത് 3-ാം ദിവസം ഇന്നലെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 22 ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും. ടോട്ടൽ ഇപ്പോൾ 3 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രം ആകെ കളിച്ചിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് 742 ഷോകളാണ്. ഈ 3 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കാണാനെത്തിയവരുടെ എണ്ണമെന്ന് പറയുന്നത് കേരള ബോക്സ് ഓഫീസിൽ 64,000-ൽ പരം ആൾക്കാരാണ്. ഇതോടെ ചിത്രം 4 ദിവസങ്ങൾ കൊണ്ട് ടോട്ടലായി കേരള ബോക്സ് ഓഫീസിൽ നിന്നും ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1,16 ലക്ഷം രൂപയാണ്. ഈ ഒരു ട്രാക്കിംഗ് കളക്ഷനിലൂടെ മാത്രം ചിത്രം 1,16 ലക്ഷം രൂപ നേടിയിട്ടുണ്ടെങ്കിൽ ചിത്രം കേരള ബോക്സ് ഓഫീസിന്റെ യഥാർത്ഥ കളക്ഷൻ വരുമ്പോൾ ഏകദേശം 1,50 ലക്ഷം കടന്നിട്ടുണ്ടാകുമെന്ന് വ്യക്തമാണ്. ഇത് വെറും കേരള കളക്ഷൻ മാത്രമാണ്. ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ ഇതിൽ കൂടുതലും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് മണിച്ചിത്രത്താഴിന്റെ 4K റിലീസ് പതിപ്പ് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.